ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻറ്റേന. പെട്ടെന്ന് പ്രോഫിറ്റ് എല്ലാവർക്കും വേണം. പക്ഷേ അതിന് എങ്ങനെ ഒരു പെട്ടെന്ന് പ്രോഫിറ്റ് എടുക്കാം, അതിനകത്തൊരു എൻട്രിയും എക്സിറ്റും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത് എങ്ങനെ, ഇതിലെത്രത്തോളം നമുക്ക് റിസ്ക് ഉണ്ട്, അതായത് സ്കാൽപ്പിങ്ങിനെ കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. അതായത് നമുക്ക് ഓപ്ഷൻസിൽ, അതായത് ബാങ്ക് നിഫ്റ്റിയുടെയും നമുക്ക് ഓപ്ഷൻസിൻ്റെ സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് 1 മിനിറ്റ് ചാർട്ടിൽ വരുന്ന സിഗ്നൽസ് വെച്ചിട്ട് നമുക്ക് മോർണിംഗിൽ തന്നെ പ്രോഫിറ്റ് പെട്ടെന്ന് എടുത്ത് മാറാൻ പറ്റുന്ന ഒരു രീതിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ബിസി ലൈഫിൽ ആർക്കും നമുക്ക് ചാർട്ടിന് മുന്നിൽ അത്രയും ഒരു ക്ഷമ എടുത്ത് നമുക്ക് ചാർട്ട് നോക്കാനുള്ള ക്ഷമയൊന്നും ആർക്കും ഉണ്ടാവില്ല. നമുക്ക് പെട്ടെന്ന് പ്രോഫിറ്റ് കിട്ടിയാൽ അത്രയും ഈസിയാണ് നമുക്ക്. അപ്പം ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി എന്ന് പറഞ്ഞാൽ ഇന്നെന്ന് പറഞ്ഞാൽ 20th നവംബറിൽ വന്ന പെർഫോമൻസ് ആണ്. മോർണിംഗിൽ തന്നെ ബാങ്ക് നിഫ്റ്റി ബൈ ട്രേഡ് കയറി മിക്കവാറും ഇന്ന് മാത്രമല്ല മിക്കവാറും ബാങ്ക് നിഫ്റ്റിയിൽ സ്കാൽപ്പിങ്ങിൽ പ്രോഫിറ്റ് മോർണിംഗിൽ തന്നെ കിട്ടാറുണ്ട്. അപ്പോൾ ഇന്ന് രാവിലത്തെ ട്രേഡിൽ കിട്ടിയ നല്ലൊരു ട്രേഡാണ്. 270 പോയിന്റ്സോളം നമുക്ക് ആദ്യത്തെ 1 മണിക്കൂറിന് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ട്രേഡായിരുന്നു. അത് കഴിഞ്ഞ് വന്ന ഡൗൺഫോളും നല്ലതായിരുന്നു. പക്ഷേ ആദ്യത്തെ ആ ഒറ്റ ബൈ ട്രേഡിൽ തന്നെ നല്ല റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സോഫ്റ്റ്വെയറിൽ നിന്ന് എങ്ങനെ പിക്ക് ചെയ്യാൻ സാധിച്ചു എൻട്രി എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. അതേപോലെ ഈവനിങ് സ്ട്രാറ്റജി, പിന്നെ മോർണിംഗിൽ സമയമില്ലാത്തവർക്ക് പറ്റുന്ന ഈവനിങ് സ്ട്രാറ്റജി സിൽവർ നമുക്ക് നല്ല ഈസി ആയിട്ട് പ്രോഫിറ്റ് നേടാം. അതും സ്കാൽപ്പിങ്ങിൽ 5 മിനിറ്റ്സിൻ്റെ സ്കാൽപ്പിംഗ് ആണ്. 5 മിനിറ്റ്സ് ആണ് യൂസ് ചെയ്യേണ്ടത് സ്കാൽപ്പിങ്ങിന്. അപ്പോൾ ഇതിലും എത്രത്തോളം ആക്യുറസി ഉണ്ടെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് വന്നിട്ട് ബൈ ട്രേഡിന് 225 പോയിന്റ്സോളം കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിൽ കാണിച്ച പെർഫോമൻസും ഇതിനകത്ത് കറക്റ്റായിട്ട് കിട്ടിയ എൻട്രി എക്സിറ്റും കാണിച്ചു തരാം. അപ്പോൾ ഈ സോഫ്റ്റ്വെയറിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിലും ഒരു ലൈവ് പെർഫോമൻസ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പർ കൊടുത്തിട്ടുണ്ട്. 15 years എക്സ്പീരിയൻസ് ഉണ്ട്. നമുക്ക് 2009 തുടങ്ങിയ വിൻറ്റയുടെ ഫസ്റ്റ് വേർഷൻ തൊട്ട് 8ാമത്തെ സ്ട്രാറ്റജി വരെ 8 സ്ട്രാറ്റജികൾ ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇന്നത്തെ ട്രേഡ് കാണിച്ചിരുന്നത് നമുക്ക് ആക്ച്വലി ലൈവ് പെർഫോമൻസ് നിങ്ങൾക്ക് ലൈവിൽ കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോഴത്തെ ലൈബ്രറി നടക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇതിനകത്ത് സിൽവറിലെ ചാർട്ടാണ്. അപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് ഓപ്പൺ ആയി. അപ്പോൾ ഇന്നലെ സെല്ലായിരുന്നു. ഇന്നിപ്പോൾ മാർക്കറ്റ് ഗ്യാപ് ഡൗണിൽ ഇറങ്ങി. കഴിഞ്ഞ ദിവസം സെല്ല് കണ്ടിന്യൂ ചെയ്തവർക്ക് പ്രോഫിറ്റ് ഉണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് അവിടെ പ്രോഫിറ്റ് വന്നിട്ടില്ല. ഇന്നെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഓപ്പൺ ആയ ശേഷം നമുക്ക് ബൈസിക്കിൾ കിട്ടിയിരിക്കുന്നത് 12-15 അതിന് എൻട്രി പോയിന്റ് ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിഗ്നൽ വന്ന സമയത്ത് കൺഫേംഡ് അല്ലായിരുന്നു. കാരണം സിഗ്നൽ വരുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് വസ്തുതകൾ ക്യാൻഡിൽ കളറും കൺഫർമേഷൻ ബാറുമാണ്. ഈ താഴത്തെ ചെറിയ ബാറായിട്ട് കാണുന്ന ആ ബാർ കളർ നമുക്ക് ഗ്രീൻ ആവണം. അതായത് ഇവിടെ ഗ്രീനും വന്നാൽ ട്രേഡ് ആക്റ്റീവ് ആകത്തുള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് കൺഫർമേഷൻ ഇവിടെ നിന്നാണ് കിട്ടിയിരിക്കണം. അവിടെ റെസിസ്റ്റൻസ് സ്ട്രോങ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആക്യുറസി വന്നിട്ടുണ്ട്. അവിടെ നിന്ന് 225 പോയിന്റ്സോളം കയറിയിട്ടുമുണ്ട്. ഇനിയിപ്പോൾ ഇതുവരെ എടുത്തിട്ടില്ലെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. താഴെ ടാർഗറ്റ് കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചിട്ടുള്ളൂ. സെക്കൻഡ് തേർഡ് പെൻഡിങ് ആണ്. റെസിസ്റ്റൻസ് കട്ട് ചെയ്യാൻ നിർത്തി. ഇവിടെ സ്ട്രോങ് ആയിട്ടാണ് റെസിസ്റ്റൻസ് കാണിക്കുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്ത് കയറി കഴിഞ്ഞാൽ അവിടെ നല്ലൊരു ബ്രേക്ക്ഔട്ട് ആയിരിക്കും. അപ്പോൾ അവിടെ റീ എൻട്രി വരികയും ചെയ്യില്ലെങ്കിൽ നമുക്ക് സെക്കൻഡ് ടാർഗറ്റിൽ ട്രേഡ് എടുക്കാം. ഓക്കെ. അപ്പോൾ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ചുള്ള എല്ലാം ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ സ്കാൽപ്പിങ്ങിൽ വന്ന ബാങ്ക് നിഫ്റ്റിയുടെ രാവിലത്തെ പെർഫോമൻസിൽ രാവിലെ ഇവിടെ ബ്രേക്ക്ഔട്ട് കൺഫർമേഷനും ബ്രേക്ക്ഔട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ചെറിയ കയറ്റം കയറി. അപ്പോൾ ഇവിടുന്ന് ഒരു പെട്ടെന്ന് രാവിലെ ബാങ്ക് നിഫ്റ്റി നോക്കണം ഒരു ഗ്യാപ്പിൽ കയറിയിട്ട് പെട്ടെന്ന് റിവേഴ്സ് അടിക്കും. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്തെടുത്താണ് രണ്ടാമത്തെ ട്രേഡ് ഇവിടെ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും ബ്രേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്രിയർ ആയിട്ട് എടുക്കുമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ആക്ച്വലി നല്ല റിട്ടേൺസ് 270 പോയിന്റ്സോളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല റിട്ടേൺസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞാൽ സെല്ലാണെങ്കിലും സപ്പോർട്ട് സ്ട്രോങ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സപ്പോർട്ട് ഇവിടെ കട്ട് ചെയ്ത് രണ്ടാമത്തെ ഗെയിനിൽ എടുത്താൽ മതിയായിരുന്നു. അവിടെ നിന്ന് താട്ടിറങ്ങി തിരിച്ച് രണ്ടാമത് പിന്നെയും മാർക്കറ്റ് ഇറങ്ങി. അപ്പോൾ ഇതിൽ സിഗ്നൽ വന്ന് കൺഫേം ആയിട്ട് സപ്പോർട്ട് അല്ല റെസിസ്റ്റൻസ് സ്ട്രോങ് ആണ്, നല്ല ബ്രേക്ക്ഔട്ട് ആയിരിക്കും. അഥവാ ട്രേഡ് മിസ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ആ ബാക്ക് ട്രേഡ് പിടിച്ച് വെച്ചാൽ മതി. പുൾ ബാക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് പിന്നെ വരുന്ന ബ്രേക്ക്ഔട്ടിൽ നെക്സ്റ്റ് എൻട്രി ഉണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് മനസ്സിലാക്കാം. വലിയ ടെക്നിക്കൽ നോളജ് ഒന്നും ആവശ്യമില്ല. ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന സ്ട്രാറ്റജി തന്നെയാണ് ബാക്ക് ട്രേഡ്, പുൾ ബാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ട്രേഡ് മിസ്സായി നെക്സ്റ്റ് ട്രേഡ് എവിടുന്ന് പിടിക്കണം, ഇനി ബൈയിലേക്ക് കയറുമോ എന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. ബാക്ക് ട്രേഡ് ആണോ എന്നൊക്കെ അതൊക്കെ സോഫ്റ്റ്വെയർ ട്രെൻഡ് ലൈനും കൺഫർമേഷൻ ബാറും കമ്പയർ ചെയ്ത് റെസിസ്റ്റൻസ് സപ്പോർട്ടിൻ്റെ സ്ട്രോങ്നെസ് ഒക്കെ വെച്ചിട്ട് നമുക്കൊരു ഐഡന്റിഫിക്കേഷൻ ഇതിനകത്ത് പറ്റുന്നുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് മനസ്സിലാക്കാം. കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.